നമസ്കാരം. KSRTC-യിലെ സൗജന്യ യാത്ര ഓർഡിനറിയിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ നീലക്കുയിലുമാർ പാടുന്ന പൂക്കി സ്തുതിക്ക് അപ്പുറമാണ് കാര്യങ്ങൾ. കുയിലുമാരും പോരാളി വാസുവും വെട്ടിക്കിളികളും കട്ടക്ക് പിടിച്ചാലും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്ത്രീകളെ പറ്റിച്ചെന്ന് പാണന്മാർ ഇനി പാടി നടക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് തന്നെ ഏറെക്കുറെയൊക്കെ പിടികിട്ടി കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കില്ലാത്ത ഫ്രീ സ്ത്രീകൾക്ക് കൊടുത്തതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. പിന്നെ ഈ സ്വകാര്യ ബസ് ഉടമകളൊക്കെ ഇനി ജനത്തെ പിഴിയാൻ പോവുകയാണെന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചു. എങ്ങനെയെന്നൊക്കെ പറയാം. ആന്റണി പറഞ്ഞതുപോലെ മുണ്ട് മുറുക്കി കുത്തിക്കോ, അതാണ് പറയാനുള്ളത്. ഇനി ജനം വലയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം. KSRTC-യുടെ പക്കൽ നിലവിലാകെ 5772 ബസ്സുകളാണ് ഉള്ളത്. എന്നാൽ ഇതിൽ 800ഓളം ബസ്സുകൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വർക്ക്ഷോപ്പുകളിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കട്ടപ്പുറത്താണ്. ഇത് 2026 ജൂൺ വരെയുള്ള കണക്ക് പ്രകാരമുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിനാൽ നിലവിൽ ഏകദേശം 5000 ബസ്സുകളാണ് നിരത്തിൽ സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ഏകദേശം 1000-ൽ താഴെ മാത്രമാണ് യഥാർത്ഥ ഓർഡിനറി ബസ്സുകൾ ഉള്ളത്. അതായത് ഈ 1000 ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പോകെ പോകെ കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറയാം. KSRTC-യുടെ വിവിധ റൂട്ടുകളിലായി ഈ 1000 ബസ്സുകൾ ഉപയോഗിച്ചാണ് ആകെ 3200 ഓർഡിനറി സർവീസുകൾ നടത്തുന്നത്. ഈ ബസ്സുകൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSRTC-യിലെ ഓർഡിനറി ബസ്സുകളുടെ 1/3 തിരുവനന്തപുരം, കൊല്ലം എന്നീ തെക്കൻ ജില്ലകളിലാണ് സർവീസ് നടത്തുന്നത്. വടക്കൻ ജില്ലകളിൽ, അതായത് മലബാർ മേഖല എന്ന് പറയുന്ന ആ മേഖലയിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. വ്യക്തമായി പറഞ്ഞാൽ 200 താഴെയാണ് ഓർഡിനറി ബസ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത്. സിറ്റി ഫാസ്റ്റ്, ലിമിറ്റഡ് സ്റ്റോപ്പ് തുടങ്ങിയ സർവീസുകൾ മാറ്റിവെച്ചാൽ യഥാർത്ഥ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വീണ്ടും ചുരുങ്ങുമെന്നുള്ളതാണ് സത്യത്തിൽ. ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കി എന്ന് മാധ്യമങ്ങളിലൂടെ വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഇന്നലത്തെ ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് എന്താണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF പറഞ്ഞിരുന്നത്? ഞങ്ങൾ ജയിച്ച് വന്നാൽ, ഞങ്ങൾ 100 സീറ്റിന് മുകളിൽ സീറ്റുമായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് ഞങ്ങൾ എല്ലാ KSRTC ബസ്സിലും സ്ത്രീകൾക്ക്, വനിതകൾക്ക് യാത്ര സൗജന്യമാക്കുമെന്നാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനി എവിടെ വേണമെങ്കിലും പോകാം, ദീർഘദൂര യാത്ര പോകാം, മൂന്നാർ പോകാം, വേളാങ്കണ്ണി പോകാം, എവിടെ വേണമെങ്കിലും പോകാം, ഫുൾ ഫ്രീ അല്ലേ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ എല്ലാ ബസ്സിലും അനുവദിക്കുന്നില്ല, ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര എന്ന് പറയുകയാണ്. ഈ ഓർഡിനറി ബസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഓർഡിനറി ബസ്സുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഓർഡിനറി ബസ്സുകളുടെ എണ്ണമാണ് ഏറ്റവും കുറവ് എന്നുള്ളതാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സിലും ഈ സൗജന്യം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളെ പറ്റിച്ചില്ല എന്നുള്ള ശബ്ദം ഉയർന്നു വരുമെന്നുള്ള കാര്യം അത് CM-ന് പറയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു വാക്കുകൂടി അതിനൊപ്പം ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നു? ആദ്യഘട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രതിരോധിക്കാൻ വേണ്ടി ക്യാപ്സ്യൂൾ ഇറക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പറയാം, ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ നടക്കുമായിരിക്കും എന്നിങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായിട്ടാണ് ആ വിഷയത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയതോടൊപ്പം തന്നെ ആ വാക്കും കയറ്റിവെച്ചത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നോ മുഖ്യമന്ത്രി പറഞ്ഞത്? അല്ല, എല്ലാം ഒരുമിച്ച് നടത്താം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വീണ്ടും നിറം മാറുന്നു VD സതീശന്റെ എന്നുള്ളതാണ്. പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും പൊള്ളയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തും. അതിപ്പോ അവർ നടത്തി കഴിഞ്ഞു. അതായത് ഞങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് പോകാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ രംഗത്തേക്ക് വരും. അതായത് ഓർഡിനറി ബസ്സുകളുടെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1000 ഉള്ളൂ. പക്ഷെ ഇവർ അത് എല്ലാ വലിയ രീതിയിൽ തന്നെ ഞങ്ങളെ ബാധിക്കുമെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന് മുമ്പിലെത്തി ഞങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകും എന്ന രീതിയിലുള്ള ഒരു വിഷയം അവതരിപ്പിക്കും. അതിനു മുമ്പിൽ എന്തായാലും ഈ പറയുന്ന സതീശന്റെ സർക്കാരിന് മുട്ടുകുത്തേണ്ടി വരും. അങ്ങനെ ടിക്കറ്റ് ചാർജ് വർദ്ധിക്കും, ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ അത് ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കണേ, ഓർഡിനറി ബസ്സിൽ മാത്രം ഇങ്ങനെ അനുവദിച്ചത് കൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടാകുന്നത്. എല്ലാ ബസ്സിലും അനുവദിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ വലയില്ലായിരുന്നു. പക്ഷെ ജനങ്ങളെ ഇവിടെ വലപ്പിക്കുകയാണ് ഈ സർക്കാരിന് എന്തായാലും ഈ പറയുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. ഓർഡിനറി സർവീസ് കുറവാണ്, ബസ് കുറവാണ്, എന്നാലും
ഭീമമായ നഷ്ടം സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായെന്നും പറഞ്ഞ് അവർ അതൊരു വലിയ പ്രതിസന്ധിയാക്കി അവതരിപ്പിച്ച് സമരങ്ങൾ നടത്തി മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ വിഷയം റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും സർക്കാരിന് തലവേദന ആവാതിരിക്കാൻ വേണ്ടി സർക്കാരും അതിനു വേണ്ടി വഴങ്ങും, സമരങ്ങളൊക്കെ ഒരുപാട് അരങ്ങേറും. അപ്പോഴൊക്കെ വലയാൻ പോകുന്നത് ജനം തന്നെയാണ്. അപ്പോഴും നഷ്ടം ജനത്തിന് തന്നെയാണ്. ഇനി സർക്കാർ KSRTCക്ക് അധികമായി വരുന്ന ഈ സൗജന്യ യാത്രയുടെ തുക നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF സർക്കാരാണ്, വിശ്വസിക്കാൻ കൊണ്ടില്ല. സ്വാഭാവികമായിട്ടും അത് മുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അങ്ങനെ തുക കൊടുത്താൽ പോലും LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രി ഗണേഷ് കുമാർ ലാഭത്തിലെത്തിച്ച KSRTC വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോവുക തന്നെ ചെയ്യും. അത് അടച്ചുപൂട്ടലിന്റെ വക്കിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള VD സതീശൻ നടത്തിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ അറിയാവുന്ന ഒരാളാണെന്ന രീതിയിലൊക്കെയാണ് VD സതീശൻ ഇലക്ഷന് മുമ്പ് പ്രതിപക്ഷമായിരുന്ന സമയത്ത് അങ്ങ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായി ഒരു രീതിയിലുള്ള എന്താ പറയാ പ്ലാനിംഗ് ഇല്ലാത്തൊരു വ്യക്തിയാണ് സതീശൻ എന്നുള്ള കാര്യം മനസ്സിലായി. അമ്പേ പരാജയം എന്ന് പറയാതെ വയ്യ. ഇനി അങ്ങനെ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് മെച്ചം? കോർപ്പറേറ്റുകൾക്കാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കോർപ്പറേറ്റുകളുടെ സ്വകാര്യ മേഖലയുടെ കയ്യിലാകും. അപ്പോൾ അവർക്ക് അത് എളുപ്പത്തിൽ ഇത് റാഞ്ചിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ VD സതീശൻ നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ എല്ലാ ബസ്സുകളിലും അനുവദിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ ഇത് KSRTCയെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ഒരു പ്ലാൻ തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പോഴും നഷ്ടമൊക്കെ ജനത്തിന് തന്നെയാണ്. ഇനി സ്ത്രീകൾക്ക് ഒക്കെ ഈ പറയുന്ന പോലെ സൗജന്യ യാത്ര ഓർഡിനറിയിൽ അനുവദിച്ചു. സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് എന്തുകൊണ്ടാണ് ഫ്രീ ഇല്ലാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അവർക്ക് വോട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ സ്ത്രീകൾക്ക് ഈ പറയുന്ന സൗജന്യ യാത്ര അനുവദിക്കാനുള്ള കാരണം എന്താണ്? അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള വോട്ടർമാരുടെ ഒക്കെ നമുക്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ്. മാത്രമല്ല ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയേ പറ്റൂ. അതുകൊണ്ട് അവർക്ക് ഈ രീതിയിലുള്ള സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് അവരെ കുപ്പിയിലാക്കി. ഇനി കോളേജിൽ പോകുന്ന പിള്ളേർക്ക് വോട്ടുണ്ടല്ലോ, അവരെങ്ങനെയാണ് വീഴ്ത്തിയത്? നിങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വോട്ടും ഇവർ സമ്പാദിച്ചു. ഈ സ്കൂൾ കുട്ടികൾക്കോ അവർക്കൊന്നുമില്ല. എന്താണ് കാരണം? അവർക്ക് വോട്ടില്ല. അപ്പൊ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ അവർ കളിച്ചത്. യാതൊരു പ്രതിബദ്ധതയും ഇതിന്റെ പിന്നിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വോട്ടില്ലാത്ത നമ്മുടെ ആളുകളേക്ക് ഒഴിവാക്കിക്കൊണ്ട് വോട്ടുള്ള ആളുകളെ മാത്രം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഗ്യാരണ്ടി എറിഞ്ഞ് അവരെല്ലാം വലയിലാക്കി എന്നുള്ളതാണ്. എന്തായാലും സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്കൊക്കെ അല്ലേ ഈ പറയുന്ന ഫ്രീ കിട്ടേണ്ടത്? അവർക്കല്ലേ സത്യത്തിൽ ഇത് നമ്മൾ കൊടുക്കേണ്ടത്? പക്ഷേ അതിവിടെ കിട്ടുന്നില്ല. ഇവിടെ ബാങ്കില് ജോലിയുള്ള ബാങ്ക് മാനേജർ ആയിട്ടുള്ള നമ്മുടെ ആലിസേച്ചിക്ക് വരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പക്ഷെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഫ്രീ യാത്രയില്ല. എന്തായാലും വല്ലാത്തൊരു പൂക്കി മുഖ്യമന്ത്രി തന്നെയെന്ന് പറയാതെ വയ്യ. ഇപ്പൊ ഈ സൗജന്യ യാത്രയിൽ സ്ത്രീകളെ വഞ്ചിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ ഇതിനെ എന്ത് പറഞ്ഞാണ് പ്രതിരോധിക്കുന്നതെന്ന് അറിയണ്ടേ. പല ക്യാപ്സ്യൂളുകൾ നമ്മുടെ വാർത്തയുടെ കമന്റ് ബോക്സിലും കാണാനിടയായി. അതുകൊണ്ട് അടിമകൾക്കുള്ള മറുപടിയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഓർഡിനറി ബസ്സിലെങ്കിലും ഞങ്ങൾ ഫ്രീ കൊടുത്തില്ലേ, ഒരു ഔദാര്യം പോലെയാണ് കേട്ടോ, ഫ്രീ കൊടുത്തില്ലേ, കഴിഞ്ഞ സർക്കാർ ഇതൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സർക്കാർ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര എന്നൊന്നും. പക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ ബസ്സിലും സൗജന്യ യാത്ര കൊടുക്കുമെന്ന്. എന്നിട്ട് എന്താണ് ചെയ്തത്? ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ച് നിങ്ങൾ സ്ത്രീകളെ വഞ്ചിച്ചു, പറ്റിച്ചു. പിന്നെ അതിനെങ്കിലും കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു പറ്റിച്ചില്ലേ എന്നാണ് അതിനുള്ള മറുപടി. അതായത് ഓർഡിനറിയിലെങ്കിലും കൊടുത്തില്ലേ എന്ന് കേൾക്കുന്നത് നിങ്ങളുടെ ഔദാര്യമായിട്ടാണ് എനിക്കത് കേൾക്കുമ്പോൾ തോന്നിയത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നൽകിയ വാക്ക്, ആ വാക്ക് ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജനങ്ങൾ ഈ രീതിയിൽ കളത്തിലിറങ്ങുന്ന അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ അടിമകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അമ്പേ പരാജയമായിരിക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു. എന്നിട്ട് അത് കിട്ടാതാകുമ്പോൾ അവർ ചോദിച്ചു വരുമ്പോൾ അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് നല്ലതാണോ? പോരാളിവാസുമാരെ, നീലക്കുയിലുമാരെ എന്ന് ചോദിച്ചു വെക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക്, ആ വാക്കിന് പഴയ ചാക്കിന്റെ വിലയാണെന്ന് എന്തായാലും നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. 5 വർഷം കുറെ ഇറക്കേണ്ടി വരും. പക്ഷേ ഈ ഇറക്കുന്നതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് തരാം, ഇത് തരാം, അത് തരാം എന്നൊക്കെ പറഞ്ഞ് വോട്ട് മേടിച്ച് അധികാരത്തിലെത്തിയ ഓരോ സർക്കാരിന്റെയും ഗതി എന്താണ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.